ഒരു 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 സൈക്കിക്ക് പാരനോയിഡ് സൈക്കിക്ക് ഈ അമിതമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വരും. അതായത് ഇട്ട് പുകയ്ക്കത്തില്ല, ഇട്ട് കത്തിച്ച് ഉപയോഗിക്കാന്നൊക്കെ പറയത്തില്ലേ, അവർക്കൊരു റൺ അമോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ഡിപ്രഷൻ ആവും, പിന്നെ ചാടി എന്നിട്ട് മനുഷ്യനെ കൊല്ലണമെന്ന് ഒരു ഹോമിസൈഡിങ് മെന്റാലിറ്റി ഉണ്ടാവും, കൊല്ലും, എന്നിട്ട് ഡിപ്രഷൻ. അവന്മാര് ലാസ്റ്റ് സൂയിസൈഡ് ചെയ്ത് മരിക്കും. എല്ലാവർക്കും നല്ല നമസ്കാരം. പിള്ളേരുടെയും യുവാക്കളുടെയും ഭാരമായ വേടനെ കഞ്ചാവുമായിട്ട് ഏകദേശം 5 ഗ്രാം കഞ്ചാവുമായിട്ട് പുള്ളിക്കാരന്റെ സ്വവസതിയിൽ എറണാകുളത്ത് പിടിക്കപ്പെട്ടിരിക്കുന്നു. എക്സൈസ് സംഘമാണ് എന്തോ ഒറ്റിന്റെ അടിസ്ഥാനത്തിൽ പുള്ളിയെ പിടിക്കപ്പെട്ടത്. വലിയ അതിശയോക്തിയില്ല. കാര്യം നേരത്തെയും ഇദ്ദേഹത്തിനെ 11 ഗ്രാമോ 10 ഗ്രാമോ കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ടായിരുന്നു. അപ്പോ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം, NDPS ആക്ട് ആണ്, നാർക്കോട്ടിക് ഡ്രഗ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് ആണ്. ഈ ആക്ട് അനുസരിച്ച് ഈ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി ഉണ്ട്, സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ട്. സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോഴത്തേക്കിന് എന്താ പറ്റുക, സ്റ്റേഷന്റെ ജാമ്യത്തിൽ വിട്ടയക്കും. മറ്റേ മഞ്ഞുമൽ ബോയ്സിലെ ഡ്രൈവറെയും മറ്റേ അദ്ദേഹത്തിനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു, അല്ലെ, നമ്മൾ കണ്ടതാണ്. ഇവിടെ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 72 വയസ്സുള്ള എൻ്റെ അച്ഛൻ എപ്പോഴും TV കാഴ്ചയാണ്. പുള്ളി വാർത്താ ചാനൽ മാത്രമേ കാണുന്നുള്ളൂ. ഈ വാർത്താ ചാനലിനകത്ത് പുള്ളി സീരിയലൊന്നും കാണത്തില്ല. വാർത്താ ചാനലിനകത്ത് ഈ ഒരു കേസ് മാത്രമേ ഉള്ളൂ. ഈ വേടനെ പിടിച്ചു ഷൈൻ ടോം മോഡി, വേടനെ പിടിച്ചു ഷൈൻ ടോം മോഡി, ഹൈബ്രിഡ് കഞ്ചാവ്, വേടന്റെ കഞ്ചാവ്. ഇത് സഹിക്ക വയ്യാഞ്ഞിട്ട് അദ്ദേഹം എന്നോട് ചോദിച്ചു, എടാ ഈ വേടൻ ആരാന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, വേടൻ ഇന്നയാളാണ്, അദ്ദേഹത്തിനെയാണ് പിടിച്ചത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യണം. കാര്യം എന്താ, ഇതൊരു നിയമത്തിന്റെ എതിരായിട്ടുള്ള ഒരു പ്രവർത്തനം നടന്നിരിക്കുന്നു, റിപ്പോർട്ട് ചെയ്യണം. ഇതിനും മാത്രം ഈ റിപ്പോർട്ട് ചെയ്യാൻ എന്താണ് ഇതിനകത്തുള്ളത്? ഞാനൊരു കാര്യം ചോദിച്ചു, ഈ NDPS ആക്ട് അനുസരിച്ച് ഞാൻ കാണിക്കാം. ഈ സ്മോൾ ക്വാണ്ടിറ്റി 5 ഗ്രാം കിട്ടി, സ്റ്റേഷൻ ജാമ്യത്തിൽ പോകുന്നു. അതല്ല ഇവിടെ നടക്കാൻ പോകുന്നത്. കേരളത്തിലെ ആദ്യത്തെ കൊക്കൈൻ കേസ് നമ്മുടെ ഷൈൻ ടോമിന്റെ പേരിലാണ്, അത് പോയി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, പോലീസിന്റെ പ്രവർത്തനം നടത്തണം, മാധ്യമങ്ങൾക്കും അത് നടത്തണം. മാധ്യമങ്ങൾ നടത്തണം, റിപ്പോർട്ട് ചെയ്യണം. ഇത് ഒരു ദിവസം മൊത്തം റിപ്പോർട്ട് ചെയ്ത് ഇത് മാധ്യമങ്ങൾക്ക് ഇത് മാത്രം അങ്ങാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു രസമുണ്ടോ? ഈ സത്യം പറഞ്ഞാലേ ഈ കഞ്ച എന്ന് പറയുന്ന സാധനമാണ് ഇത് റിപ്പോർട്ട് ചെയ്യുള്ളൂ. കാര്യം കാനബീസ് എന്ന് പറയുന്ന NDPS അനുസരിച്ച് ചരസ്, ഹാഷിഷ്, അതൊക്കെയാണ് കാനബീസ് ആയിട്ട് വരുന്നത്. ആ കാനബീസിന്റെ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 100 ഗ്രാം ആണ്. കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 1 കിലോ. അപ്പൊ 100 ഗ്രാമിന് കുറഞ്ഞൊരു 90 ഗ്രാം ഒക്കെ ആണെങ്കിൽ അവനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കും. കാനബീസ്. ഇത് ഗഞ്ചായാണ്. ഗഞ്ച എന്ന് പറയുമ്പോഴത്തെ ഇതിന്റെ കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി 20 കിലോയാണ്. ഈ സ്മോൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 1 കിലോയാണ്. അപ്പൊ 1 കിലോയിൽ താഴെ 1/2 കിലോ ഒക്കെ കൊണ്ടുവന്നാലും മിക്കവാറും ഈ പറയുന്ന 5 ഗ്രാമും 10 ഗ്രാമിനൊക്കെ താഴെ കൊണ്ടുവരുവാണെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാല് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇപ്പം ന്യൂസിനകത്തൊക്കെ കേൾക്കുന്നത് ഭയങ്കരമായിട്ട്. ഒരു പെണ്ണുപിള്ള ഹൈബ്രിഡ് കഞ്ചാവ് ശ്രീനാഥ് ബാസിക്ക് കൊടുത്തു, ഷൈൻ ടോം ചാക്കോയ്ക്ക് കൊടുത്തു. പിന്നെ ഈ ആലപ്പുഴയിൽ ഒരു പ്രമുഖ സിനിമാ കുടുംബത്തിൽ ജനിച്ച ഒരു പ്രധാന നടൻ, ഏതാണെന്ന് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പുള്ളി ഇതിന്റെ സ്ഥിരം ഉപഭോക്താവാണ് എന്നൊക്കെ പറയുന്നു. ഇതൊന്നും നമ്മളൊന്നും അറിയുന്നില്ല. ഇതൊക്കെ ഹൈ ലെവല് ആ ഒരു കമ്മ്യൂണിറ്റി മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസ് കെട്ടാണ്. ഈ സത്യം പറഞ്ഞ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം കനാബിസ് സറ്റീവായും ഇൻഡിക്കായും ഈ 2 ടൈപ്പാണ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു ചേർന്നാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്. അപ്പം ഈ സറ്റേവായും ഇൻഡിക്ക എന്ന് പറയുന്നത് ഈ നെല്ലിന് തന്നെ പല ഇനമുണ്ടല്ലോ എന്ന് പറഞ്ഞു കൂട്ട് 2 ഇനം ഒന്നിച്ച് യോജിപ്പിച്ച് ഹൈബ്രിഡ് ആക്കി എടുത്ത് അതിന്റെ ക്വാളിറ്റിയും ഫ്ലേവറും എല്ലാം നല്ലതാണ്. അതാണ് ഹൈബ്രിഡ് കഞ്ചാവ് എന്ന് പറയുന്നത്. അത് ഇച്ചിരി വില കൂടിയൊരു സാധനമാണ്. ഇത് സത്യം പറഞ്ഞാൽ ഒരു CNS, അതായത് സെൻട്രൽ നെർവസ് സിസ്റ്റം സ്റ്റിമുലന്റ് ആണ്. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാഡീവ്യൂഹത്തിനെ ഉത്തേജിപ്പിക്കുന്ന ഒരു സാധനമാണ് ഈ കഞ്ചാവ് എന്ന് പറയുന്നത്. സാധാരണ ഈ കലാകാരന്മാർ ഇത് ഉപയോഗിക്കും, അത് നിർത്താൻ പറ്റത്തില്ല. എന്റെ പൊന്ന് ആശാമാരെ, ഞാനൊരു കാര്യം പറയാം. ഇതിനെ വീടെന്നാണ് അറിയപ്പെടുന്നത്. വീടെന്ന് പറഞ്ഞാൽ എന്താ? കള. ഇത് എവിടെ കിളുത്താലും, എവിടെ ചുമ്മാ വാരിയിട്ടാലും അവിടെ കിളുക്കും.
അപ്പൊ ഇത് നശിപ്പിക്കാൻ പറ്റത്തില്ല. ഇത് യൂഷ്വലി ഒരു ചെറിയ ഡോസിലൊക്കെ രണ്ട് പുകയോ ഒരു പുകയൊക്കെ അടിക്കുന്നവര് സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി ഉണ്ടാകുന്നില്ല. ഈ മറ്റേ കെമിക്കലായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് പോലല്ല. സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മാരകമായിട്ട് നമ്മുടെ ശരീരത്തിനെ ഇല്ലാതാക്കും. പിന്നെ ഡിപ്പെൻഡൻസി കൂടുതലുള്ളതാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ്. ഇതെന്ന് പറയുന്നത് കൂടുതലായിട്ടും സിന്തറ്റിക് കൂടുതലായിട്ട് ഡിപ്പെൻഡൻസി ഉണ്ടാകത്തില്ല സൈക്കോളജിക്കൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാകത്തില്ല എന്നല്ല, കൂടുതലായിട്ടും ഉണ്ടാകത്തില്ല. നമ്മൾ ഇച്ചിരി ഒരു ചെറിയ എമൗണ്ട് തന്നെ വലിച്ചു കഴിഞ്ഞാൽ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസി ഉണ്ടാകത്തില്ല. അമിതമായിട്ട് എന്തും ഈ ഓവർ ഇന്റലിജൻസും കൊണ്ട് ഉണ്ടാകുന്നതാണ് അല്ലെ. നമുക്കിപ്പം ഒരു സാധനം നമുക്ക് നല്ലതാണെന്ന് തോന്നുന്നു, സെക്സ് ആയിക്കോട്ടെ, ഈ പറയുന്ന എന്തേലും ഒരു ഡ്രഗ്സ് ആയിക്കോട്ടെ, നമുക്കൊരു ചെറിയ സുഖം കിട്ടുമ്പോൾ എന്താ ഓവർ ഇന്റലിജൻസ് ഉണ്ടാവും. അത് നമ്മൾ അമിതമായിട്ട് ഉപയോഗിക്കും. അമിതമായിട്ട് ഉപയോഗിക്കുമ്പോൾ എന്താ നമുക്കത് സമൂഹത്തിനും നമുക്കും നാശമുണ്ടാവും. അതാണ് ഇവിടെ നടക്കുന്നത്. മദ്യപാനം അത് തന്നെ, രണ്ടെണ്ണം അടിച്ചിട്ട് കിടക്കുന്നവർ ഇപ്പോഴും ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവര് സാധനം മേടിച്ച് വെക്കുക ഒരാഴ്ച കൊണ്ട് അടിച്ചു തീർക്കുന്നവരുണ്ട്. പക്ഷേ അടിച്ച് പാമ്പായി വഴി കിടക്കുന്നവരും ഉണ്ട്. അപ്പോൾ എന്താ എന്ന് പറഞ്ഞുകൂട്ടാണ് ഈ കഞ്ചാവ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കലാകാരന്മാർ ഇത് ഉപയോഗിക്കാൻ കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു ഫീലിംഗ് ഓഫ് യൂഫോറിയ, അതായത് ഒരു ശാന്തം, സൗമ്യം, സുന്ദരം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് എത്തും. ലോ ടു മോഡറേറ്റ് യൂസേജ്, 2 പഫ് 3 പഫൊക്കെ ഒരു യൂഫോറിക് ഫീലിംഗ് ഉണ്ടാവും, ഒരു കാംനെസ്സും വെൽനെസ്സും ഒക്കെ ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതായത് ചിന്താഗതി അങ്ങ് ഉത്തേജിച്ച് അങ്ങ് ഭയങ്കര ലെവൽ ഓഫ് ചിന്തയിലേക്ക് കൊണ്ടുപോകും. സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് ഹൈറ്റനിങ് ഉണ്ടാവും. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഈ എഴുത്തുകാരെ സംബന്ധിച്ചോളം എന്താ, ഓരോരുത്തർക്കും ഇപ്പൊ എനിക്ക് എഴുതാൻ അറിയത്തില്ല, കവിതകളൊന്നും എഴുതാൻ അറിയത്തില്ല. അപ്പൊ കവിതാരചനയാണെങ്കിൽ കവിതാരചനയില് ഇപ്പൊ വേടന്റെ ഒക്കെ വരികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര വരികളാണ്. അപ്പൊ ആ ഒരു ലെവൽ ഓഫ് അവരുടെ ആ ഒരു പൊട്ടൻസി കൂട്ടും. ഇതിന്റെ ഒരു ഗുണമല്ല, ഒരു ലോ ടു മോഡറേറ്റ് ലെവലിൽ ഇത് ഉപയോഗിക്കുമ്പോഴത്തേക്കിന് അവരുടെ കലാവാസന, കലാമൂല്യങ്ങള് എല്ലാം കൂടിക്കൂടി വരും. അപ്പൊ അതുകൊണ്ടാണ് ഇവന്മാര് ഈ ഒരു ഗ്രൂപ്പ്, അവർക്ക് തന്നെ ഇപ്പൊ വേടൻ ഒരു ഗ്രൂപ്പുണ്ട്, നേരത്തെ പിടിച്ച ഡയറക്ടറിന് ഒരു ഗ്രൂപ്പുണ്ട്. ഇവരൊക്കെ ഇവിടെ വന്ന് അടിച്ചിട്ട് ഒരു സെലിബ്രേഷൻ അല്ല, അവരവരുടേതായ ആ ഒരു കലാലോകത്തിലെ വാസനകൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൃഷ്ടികളെ മേക്കപ്പ് ചെയ്യുകയാണ് അല്ലെ. അതാണ് അവിടെ നടക്കുന്നത്. മറിച്ച് ഇതൊരിക്കലും നല്ലതാണെന്ന് ഞാൻ പറയുന്നില്ല, ഇതൊരിക്കലും നിർത്താനും പറ്റത്തില്ല. പക്ഷെങ്കില് ഇതിനെ വെച്ച് രാസലഹരിയെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ രാസലഹരി എന്ന് പറയുന്നത് അതൊരു വേറെ സാധനമാണ്. അത് നശിപ്പിക്കുന്നതാണ്, മനുഷ്യനെ ഭയങ്കരമായിട്ട് നശിപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ചാവ് നശിപ്പിക്കത്തില്ല എന്നല്ല, എന്താണേലും അമിതമായിട്ട് നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നാശത്തിലേക്ക് പോകും. പിന്നെ ഇത് അമിതമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അതായത് സ്നൂപ്പ് ഡോഗ് എന്നൊക്കെ പറയുന്ന ഇംഗ്ലീഷിലുള്ള റാപ്പേഴ്സ്, പിന്നെ അവരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഈ കഞ്ചാവ്. അവർക്ക് ലക്ഷങ്ങളുടെ കഞ്ചാവാണ് മാസത്തിന് ഉപയോഗിക്കുന്നത്. അവരെയൊക്കെ ഒരു ഇമിറ്റേറ്റ് ചെയ്താണ് ഇവിടുത്തെ റാപ്പേഴ്സും ഈ സാധനം ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു സൈക്കിക്ക്, പാരനോയിഡ് സൈക്കിക്ക് ഈ അമിതമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വരും. അതായത് ഇട്ട് പുകയ്ക്കത്തില്ല, ഇട്ട് കത്തിച്ച് ഉപയോഗിക്കാന്നൊക്കെ പറയത്തില്ലേ, അവർക്കൊരു റൺ അമോക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. ആ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പം ഡിപ്രഷൻ ആവും, പിന്നെ ചാടി എഴുന്നേറ്റ് മനുഷ്യനെ കൊല്ലണമെന്ന് ഒരു ഹോമിസൈഡിങ് മെന്റാലിറ്റി ഉണ്ടാവും, കൊല്ലും, എന്നിട്ട് ഡിപ്രഷൻ. അവന്മാര് ലാസ്റ്റ് സൂയിസൈഡ് ചെയ്ത് മരിക്കും. അപ്പൊ ഇതെന്താ പറ്റുക, ഇതൊരു ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് അല്ലെ. അപ്പൊ അത് നമ്മുടെ സമാധാനവും അത് ഭയങ്കര കൊലയും അക്രമവാസനയും ഉണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ വേടന്, ഷൈൻ ടോം, ശ്രീനാഥ് ബാസി, അങ്ങനെയുള്ളവരെല്ലാം ഇവരെല്ലാം ഉപഭോക്താവാണ് ഇതിന്റെ അല്ലെ. ഈ ഉപഭോക്താവ്, ഈ വേടനെ നമ്മൾ കണ്ടിട്ടില്ല, നമ്മളെന്നല്ല ഞാൻ കണ്ടിട്ടില്ല, ഈ വഴിയിൽ ജംഗ്ഷനിൽ കണ്ടിട്ടില്ല, ശ്രീനാഥ് ബാസിയും കണ്ടിട്ടില്ല ഈ ജംഗ്ഷനിലെ. ഷൈൻ ടോം ചാക്കോയും കോട്ടൺ ജംഗ്ഷനിലൊന്നും സ്ഥിരമായിട്ട് കാണുന്നു, എറണാകുളം ജംഗ്ഷനിലോ വൈറ്റിലോ ഒന്നും സ്ഥിരമായിട്ട് കാണുന്നത്. അവർക്ക് സെലിബ്രിറ്റീസ് ആണ്, അവർക്ക് ഇത് കൺസ്യൂം ചെയ്തിട്ട് ഇത് ഉപഭോക്താവാണ്. അപ്പൊ നമ്മൾ എവിടെയാണ് നിർത്തേണ്ട സ്ഥലം എവിടെയാണ് എല്ലാവർക്കും അറിയുന്നോട്ടെ, ഇതിന്റെ സപ്ലൈ ആണ് നിർത്തേണ്ടത്. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെ ഭയങ്കര ഹാനികരമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ റീക്രിയേഷണൽ ഡ്രഗ്സ് ആണ് സംഭവം. അത് ഡോപ്പമിന്റെ ഓവർ പ്രൊഡക്ഷൻ, റീ അപ്ടേക്ക്, അതായത് ഡോപ്പമിൻ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരീരത്തിൽ തന്നെ പോകാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പൊ എപ്പോഴും നല്ല ത്രില്ലടിച്ചിരിക്കും, അതുപോലെ ശരീരത്തിന് നാശവും ഉണ്ടാക്കും, ശരീരത്തിന് ഇല്ലാതാക്കും.
അത്രയ്ക്കുമൊന്നും ഇല്ലെങ്കിൽ തന്നെ ഏതുവിധ ലഹരി വസ്തുക്കളും നമ്മൾ അതിനെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ NDPS ആക്ട് അനുസരിച്ച് നമ്മൾ ശിക്ഷ കൊടുക്കുകയും അല്ലെ പ്രതികളെ, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കുന്നവരെ, അല്ലെങ്കിൽ നിയമവശമല്ലാത്ത രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുന്നവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെങ്കിൽ എത്രത്തോളം ഇത് നടക്കുന്നുണ്ട്? ഇല്ലേ? എത്രത്തോളം ഇത് നടക്കുന്നുണ്ട്? ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അച്ഛന് വേറെ ന്യൂസ് ഒന്നും കാണാനുള്ള മാർഗമില്ലാതെ പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷൈൻ ടോമെങ്കിൽ ഷൈൻ ടോമ, വേടനെങ്കിൽ വേടന. ഈ NDPS ആക്ടിനകത്ത് ഈ 5 ഗ്രാം കഞ്ചാവുമായിട്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് എവിടെ പോയി നിൽക്കുക? സ്റ്റേഷൻ ജാമ്യം വിട്ടയക്കും. അതെല്ലാവർക്കും അറിയാം. ഇതിനും മാത്രം ഈ പറയാൻ എന്തായിരിക്കുന്നത്, അല്ലെ? അപ്പം ഇതൊരു പർവ്വതീകരിക്കാനുള്ള കാര്യമില്ലെങ്കിൽ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു കാര്യമാണ്, അല്ലെ? ഞാൻ ഒരിക്കലും അതിനെ സൈഡ് ചെയ്യുകയല്ല. നമ്മളുടെ ലഹരി എന്ന് പറയുന്നത് നമുക്ക് ആരോഗ്യപരമായിട്ട് സമൂഹത്തിനും സ്വയമേ ആരോഗ്യപരമായിട്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ മനുഷ്യരാശി പോകുന്നതിലാണ് എനിക്ക് സന്തോഷമുള്ളത്. ആ പോക്കിലാണ് നമ്മൾ ലഹരി കാണേണ്ടത്. ചിലപ്പം വായനയിൽ കൂടിയായിരിക്കാം, ചിലപ്പം ആരോഗ്യ സംരക്ഷണത്തിൽ കൂടിയാകാം, ചിലപ്പം പ്രകൃതി സംരക്ഷണത്തിൽ കൂടിയാകാം. അങ്ങനെയൊക്കെയുള്ള നമുക്ക് ഗുണം ചെയ്യുന്നതും സമൂഹത്തിന് ഗുണം ചെയ്യുന്നതുമായിട്ടുള്ള പ്രവൃത്തിയിൽ കൂടെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്, അല്ലെ?